സ്വാഭാവിക മൂലകങ്ങളെത്ര? സ്വാഭാവിക മൂലകങ്ങളെത്ര? ഉത്തരം 92. സ്വാഭാവിക മൂലകങ്ങളെത്ര? ഉത്തരം 92. സ്വാഭാവിക മൂലകങ്ങളെത്ര? സ്വാഭാവിക മൂലകങ്ങളെത്ര? ഉത്തരം 92. സ്വാഭാവിക മൂലകങ്ങളെത്ര? ഉത്തരം 92. സ്വാഭാവിക മൂലകങ്ങളെത്ര? സ്വാഭാവിക മൂലകങ്ങളെത്ര? ഉത്തരം 92. സ്വാഭാവിക മൂലകങ്ങളെത്ര? ഉത്തരം 92. 14ാമത്തെ ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? 14ാമത്തെ ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പ്. 14ാമത്തെ ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? 14ാമത്തെ ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പ്. ഉത്തരം 14ാമത്തെ ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? 14ാമത്തെ ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പ്. ഉത്തരം 14ാമത്തെ ഭാഗിത ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉള്ള മൂലകങ്ങളെ രാസപരമായി മൂലകങ്ങൾ എന്ന് പറയുന്നു. ഉത്തരം സ്ഥിരതയുള്ള. ഭാഗിത ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉള്ള മൂലകങ്ങളെ ഭാഗിത ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉള്ള മൂലകങ്ങളെ രാസപരമായി മൂലകങ്ങൾ എന്ന് പറയുന്നു. ഉത്തരം സ്ഥിരതയുള്ള. ഭാഗിത ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉള്ള മൂലകങ്ങളെ ഭാഗിത ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉള്ള മൂലകങ്ങളെ രാസപരമായി മൂലകങ്ങൾ എന്ന് പറയുന്നു. ഉത്തരം സ്ഥിരതയുള്ള. ഭാഗിത ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉള്ള മൂലകങ്ങളെ ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം അലസൻ. ഉത്തരം അലസൻ. അലസൻ. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം അലസൻ. ഉത്തരം അലസൻ. അലസൻ. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം അലസൻ. ഉത്തരം അലസൻ. അലസൻ. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം അലസൻ. ഉത്തരം അലസൻ. അലസൻ. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം അലസൻ. ഉത്തരം അലസൻ. അലസൻ. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ആർഗൺ എന്ന വാക്കിന്റെ അർത്ഥം. ഉത്തരം അലസൻ. ഉത്തരം അലസൻ. അലസൻ. കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? രാമപുരത്ത് വാരിയർ. കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? രാമപുരത്ത് വാരിയർ. കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? രാമപുരത്ത് വാരിയർ. കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? രാമപുരത്ത് വാരിയർ. കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? രാമപുരത്ത് വാരിയർ. കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? കണ്ടാലെത്ര കഷ്ടമെത്രയും ആരുടെ വരിയാണ്? രാമപുരത്ത് വാരിയർ.
ഭേദഗതിക്ക് മുമ്പ് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരുന്ന വോട്ടിംഗ് പ്രായം എത്രയായിരുന്നു? ഉത്തരം 21 വയസ്സ്. 21 വയസ്സ്. ഭേദഗതിക്ക് മുമ്പ് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരുന്ന വോട്ടിംഗ് പ്രായം എത്രയായിരുന്നു? ഉത്തരം 21 വയസ്സ്. 21 വയസ്സ്. ഭേദഗതിക്ക് മുമ്പ് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരുന്ന വോട്ടിംഗ് പ്രായം എത്രയായിരുന്നു? ഉത്തരം 21 വയസ്സ്. 21 വയസ്സ്. ഭേദഗതിക്ക് മുമ്പ് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരുന്ന വോട്ടിംഗ് പ്രായം എത്രയായിരുന്നു? ഉത്തരം 21 വയസ്സ്. 21 വയസ്സ്. ഭേദഗതിക്ക് മുമ്പ് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരുന്ന വോട്ടിംഗ് പ്രായം എത്രയായിരുന്നു? ഉത്തരം 21 വയസ്സ്. 21 വയസ്സ്. ഭേദഗതിക്ക് മുമ്പ് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരുന്ന വോട്ടിംഗ് പ്രായം എത്രയായിരുന്നു? ഉത്തരം 21 വയസ്സ്. 21 വയസ്സ്. കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം തീരപ്രദേശം. കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം തീരപ്രദേശം. കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം തീരപ്രദേശം. കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം തീരപ്രദേശം. കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം തീരപ്രദേശം. കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടന്റ് കാർഡുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം തീരപ്രദേശം. ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും. പരാജയപ്പെടാൻ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് സമരപ്രഖ്യാപനത്തിലാണ് ഗാന്ധിജി ഈ പ്രകാരം പറഞ്ഞത്? ഉത്തരം ഉപ്പ് നിയമം. ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും. പരാജയപ്പെടാൻ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് സമരപ്രഖ്യാപനത്തിലാണ് ഗാന്ധിജി ഈ പ്രകാരം പറഞ്ഞത്? ഉത്തരം ഉപ്പ് നിയമം. ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും. പരാജയപ്പെടാൻ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് സമരപ്രഖ്യാപനത്തിലാണ് ഗാന്ധിജി ഈ പ്രകാരം പറഞ്ഞത്? ഉത്തരം ഉപ്പ് നിയമം. ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും. പരാജയപ്പെടാൻ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏത് സമരപ്രഖ്യാപനത്തിലാണ് ഗാന്ധിജി ഈ പ്രകാരം പറഞ്ഞത്? ഉത്തരം ഉപ്പ് നിയമം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. കണിക്കുന്ന. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. കണിക്കുന്ന. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. കണിക്കുന്ന. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. കണിക്കുന്ന. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. കണിക്കുന്ന. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കേരളത്തിന്റെ പുഷ്പം. കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. ഉത്തരം കണിക്കുന്ന. കണിക്കുന്ന. സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ഉത്തരം മടിക്കൈ. ഉത്തരം മടിക്കൈ. ഉത്തരം സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ഉത്തരം മടിക്കൈ. ഉത്തരം മടിക്കൈ. ഉത്തരം സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ഉത്തരം മടിക്കൈ. ഉത്തരം മടിക്കൈ. ഉത്തരം സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ഉത്തരം മടിക്കൈ. ഉത്തരം മടിക്കൈ. ഉത്തരം സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ഉത്തരം മടിക്കൈ. ഉത്തരം മടിക്കൈ. ഉത്തരം
സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത്. ഉത്തരം മടിക്കൈ. ഉത്തരം മടിക്കൈ. ഉത്തരം വാരാണസി. 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 ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഉത്തരം ഹരിയാന. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സോളാർ ദിനം. ഉത്തരം സോളാർ ദിനം. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സോളാർ ദിനം. ഉത്തരം സോളാർ ദിനം. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സോളാർ ദിനം. ഉത്തരം സോളാർ ദിനം. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സോളാർ ദിനം. ഉത്തരം സോളാർ ദിനം. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സോളാർ ദിനം. ഉത്തരം സോളാർ ദിനം. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സോളാർ ദിനം. ഉത്തരം സോളാർ ദിനം. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഉത്തരം കോട്ടയം. ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഉത്തരം കോട്ടയം. ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഉത്തരം കോട്ടയം. ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഉത്തരം കോട്ടയം. ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഉത്തരം കോട്ടയം. ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല. ഉത്തരം കോട്ടയം. ഉത്തരം സംസ്ഥാനത്തെ പത്രം. സമ്പാദ് കൗമുദി ഏത് സംസ്ഥാനത്തെ പത്രം? ഉത്തരം ബംഗാളി. ഉത്തരം ബംഗാളി. സംസ്ഥാനത്തെ പത്രം. സമ്പാദ് കൗമുദി ഏത് സംസ്ഥാനത്തെ പത്രം? ഉത്തരം ബംഗാളി. ഉത്തരം ബംഗാളി. സംസ്ഥാനത്തെ പത്രം. സമ്പാദ് കൗമുദി ഏത് സംസ്ഥാനത്തെ പത്രം? ഉത്തരം ബംഗാളി. ഉത്തരം ബംഗാളി. സംസ്ഥാനത്തെ പത്രം. സമ്പാദ് കൗമുദി ഏത് സംസ്ഥാനത്തെ പത്രം? ഉത്തരം ബംഗാളി. ഉത്തരം ബംഗാളി. സംസ്ഥാനത്തെ പത്രം. സമ്പാദ് കൗമുദി ഏത് സംസ്ഥാനത്തെ പത്രം? ഉത്തരം ബംഗാളി. ഉത്തരം ബംഗാളി. സംസ്ഥാനത്തെ
പത്രം സമ്പാദ് കൗമുദി ഏത് സംസ്ഥാനത്തെ പത്രം? ഉത്തരം ബംഗാളി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഏക വനിത ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഏക വനിത ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഏക വനിത ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഏക വനിത ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഏക വനിത ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഏക വനിത ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഏക വനിത ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഏക വനിത ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഏക വനിത ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഏക വനിത ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഏക വനിത ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഏക വനിത ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. നരേന്ദ്രമോദി ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്? ഉത്തരം 15. 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 മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം സുപ്രീം കോടതി. 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 കലാമണ്ഡല ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കലാമണ്ഡലം ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കഥകളി, സംഗീതം. കലാമണ്ഡല ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കലാമണ്ഡലം ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കഥകളി, സംഗീതം. കലാമണ്ഡല ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കലാമണ്ഡലം ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കഥകളി, സംഗീതം. കലാമണ്ഡല ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കലാമണ്ഡലം ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കഥകളി, സംഗീതം. കലാമണ്ഡല ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കലാമണ്ഡലം ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കഥകളി, സംഗീതം. കലാമണ്ഡല ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കലാമണ്ഡലം ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രസിദ്ധി നേടിയത്? കഥകളി, സംഗീതം. കത്തുകളിൽ അഴിക്കുന്ന അടയാളത്തിന്റെ ഫോം സംബന്ധമായി ചേർക്കുന്ന നാമത്തിന്റെ ശരിയായ രൂപമേത്? ഉത്തരം പ്രവാചകൻ. കത്തുകളിൽ അഴിക്കുന്ന അടയാളത്തിന്റെ ഫോം സംബന്ധമായി ചേർക്കുന്ന നാമത്തിന്റെ ശരിയായ രൂപമേത്? ഉത്തരം പ്രവാചകൻ. കത്തുകളിൽ അഴിക്കുന്ന അടയാളത്തിന്റെ ഫോം സംബന്ധമായി ചേർക്കുന്ന നാമത്തിന്റെ ശരിയായ രൂപമേത്? ഉത്തരം പ്രവാചകൻ. കത്തുകളിൽ അഴിക്കുന്ന അടയാളത്തിന്റെ ഫോം സംബന്ധമായി ചേർക്കുന്ന നാമത്തിന്റെ ശരിയായ രൂപമേത്? ഉത്തരം പ്രവാചകൻ. കത്തുകളിൽ അഴിക്കുന്ന അടയാളത്തിന്റെ ഫോം സംബന്ധമായി ചേർക്കുന്ന നാമത്തിന്റെ ശരിയായ രൂപമേത്? ഉത്തരം പ്രവാചകൻ.
കത്തുകളിൽ അഴിക്കുന്ന അടയാളത്തിന്റെ ഫോം സംബന്ധമായി ചേർക്കുന്ന നാമത്തിന്റെ ശരിയായ രൂപമേത്? ഉത്തരം പ്രവാചകൻ. ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചത് എന്ന്? ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചതെന്ന്? ഉത്തരം 1925. ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചത് എന്ന്? ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചതെന്ന്? ഉത്തരം 1925. ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചത് എന്ന്? ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചതെന്ന്? ഉത്തരം 1925. ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചത് എന്ന്? ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചതെന്ന്? ഉത്തരം 1925. ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചത് എന്ന്? ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചതെന്ന്? ഉത്തരം 1925. ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചത് എന്ന്? ഇന്ത്യയിൽ അങ്കണവാടി ആരംഭിച്ചതെന്ന്? ഉത്തരം 1925. 2026 ജൂൺ പാല് എത്ര രൂപയാണ്? ഉത്തരം 30. 2026 ജൂണിൽ പാൽ എത്ര രൂപയാണ്? ഉത്തരം 30. 2026 ജൂൺ പാല് എത്ര രൂപയാണ്? ഉത്തരം 30. 2026 ജൂണിൽ പാൽ എത്ര രൂപയാണ്? ഉത്തരം 30. 2026 ജൂൺ പാല് എത്ര രൂപയാണ്? ഉത്തരം 30. 2026 ജൂണിൽ പാൽ എത്ര രൂപയാണ്? ഉത്തരം 30. 2026 ജൂൺ പാല് എത്ര രൂപയാണ്? ഉത്തരം 30. 2026 ജൂണിൽ പാൽ എത്ര രൂപയാണ്? ഉത്തരം 30. 2026 ജൂൺ പാല് എത്ര രൂപയാണ്? ഉത്തരം 30. 2026 ജൂണിൽ പാൽ എത്ര രൂപയാണ്? ഉത്തരം 30. 2026 ജൂൺ പാല് എത്ര രൂപയാണ്? ഉത്തരം 30. 2026 ജൂണിൽ പാൽ എത്ര രൂപയാണ്? ഉത്തരം 30. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിഭജന പ്രശ്നം ആദ്യമായി യു.എ എന്നതിൽ അവതരിപ്പിച്ച രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിഭജന പ്രശ്നം ആദ്യമായി യു.എ എന്നതിൽ അവതരിപ്പിച്ച രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിഭജന പ്രശ്നം ആദ്യമായി യു.എ എന്നതിൽ അവതരിപ്പിച്ച രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിഭജന പ്രശ്നം ആദ്യമായി യു.എ എന്നതിൽ അവതരിപ്പിച്ച രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിഭജന പ്രശ്നം ആദ്യമായി യു.എ എന്നതിൽ അവതരിപ്പിച്ച രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിഭജന പ്രശ്നം ആദ്യമായി യു.എ എന്നതിൽ അവതരിപ്പിച്ച രാജ്യമേത്? ഉത്തരം ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിഭജന പ്രശ്നം ആദ്യമായി യു.എ എന്നതിൽ അവതരിപ്പിച്ച രാജ്യമേത്? ഉത്തരം ഇന്ത്യ. തെന്നി നീങ്ങുന്ന സന്ധികൾ കാണപ്പെടുന്നതെവിടെ? ഉത്തരം കാൽപാദങ്ങൾ. 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 തെന്നി നീങ്ങുന്ന സന്ധികൾ ഇന്ത്യൻ പാർലമെന്റ് പ്രധാന ചുമതല എന്താണ്? ഉത്തരം നിയമനിർമ്മാണം. 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 ഇന്ത്യൻ പാർലമെന്റ് പ്രധാന ചുമതല എന്താണ്? ഉത്തരം നിയമനിർമ്മാണം.
ഇന്ത്യൻ പാർലമെന്റ് പ്രധാന ചുമതല എന്താണ്? ഉത്തരം നിയമനിർമ്മാണം. ആര് ഒപ്പു വെക്കുന്നതോടെയാണ് ബിൽ നിയമമായി മാറുന്നത്? ഉത്തരം രാഷ്ട്രപതി. 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 തൃതീയ വർണ്ണങ്ങളേതെല്ലാം? തൃതീയ വർണ്ണങ്ങളേതെല്ലാം? മജന്ത, സിയാൻ, മഞ്ഞ. 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 തൃതീയ വർണ്ണങ്ങളേതെല്ലാം? തൃതീയ വർണ്ണങ്ങളേതെല്ലാം? മജന്ത, സിയാൻ, മഞ്ഞ.